Hi friends, എല്ലാവർക്കും A2Z Tricks പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് സ്വാഗതം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSCയുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന തസ്തികയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ്. ആരെങ്കിലും ഇനി അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും 29/5/2019 അവസാന തീയതി. ഇപ്പോൾ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് ഏകദേശം 25 ലക്ഷം ആളുകൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റിക്ക് നിൽക്കാതെ ലാസ്റ്റ് സെർവർ അല്ലെങ്കിൽ ഹെവി ട്രാഫിക് കാരണം ചിലപ്പോൾ സെർവർ ബിസിയാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും അപ്ലൈ ചെയ്യാനുള്ളവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ വിശദീകരണമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ള മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻറ് സ്വപ്നം കാണുന്ന സെൻട്രൽ ഗവൺമെൻറ് ജോലി സ്വപ്നം കാണുന്ന ആളുകൾക്ക് 10,000-ലധികം ഒഴിവുകളുടെ ഒരു വേക്കൻസിയാണ് MTS. നമ്മൾ കേരള PSC ഒക്കെ LGS നടത്തും പോലെയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൽ MTS എന്ന് പറഞ്ഞത്. നല്ലൊരു പൊസിഷൻ, നല്ലൊരു സാലറി ഉണ്ടാകും, എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുപോലത്തെ ജോബ് അപ്ഡേറ്റ്സുകളും അതുപോലെ ന്യൂസുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാ സമയം തന്നെ നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് SSC ആണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടതും. SSC ആണ് ഈ ഒരു എക്സാം നടത്തുന്നതും. അപ്പോൾ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ആരെങ്കിലും പ്രൊഫൈൽ നമ്മൾ PSC പോലെ തന്നെ ആരെങ്കിലും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് സാധാരണ നമ്മൾ ഫോട്ടോയും എല്ലാം സിഗ്നേച്ചറൊക്കെ ആഡ് ചെയ്താൽ മതി. ആ ഒരു വഴി നിങ്ങൾ അടുത്തുള്ള നിങ്ങൾക്ക് അഥവാ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അടുത്തുള്ള ഒരു അക്ഷയ കേന്ദ്രം വഴി അല്ലെങ്കിൽ ഒരു കഫേ വഴിയൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വൺ ടൈം ഒരു തവണ നിങ്ങൾ പ്രൊഫൈൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏതൊരു എക്സാം SSCൻ്റെ ഏത് എക്സാം വരുമ്പോഴും ആ ഒരു പ്രൊഫൈൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് 18 to 25 വയസ്സായിരുന്നു നോർമൽ. ജനറൽ കാറ്റഗറിക്ക് 18 മുതൽ 25 വയസ്സ് വരെയാണ് നോർമൽ കാറ്റഗറി. ജനറൽ കാറ്റഗറി 1/8/2019 കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. 2/8/1994 1/8/2001 ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. OBCക്ക് 3 വയസ്സിൻ്റെയും SC/STക്ക് 5 വയസ്സിൻ്റെയും ഇളവുകളുണ്ടാവും. OBC കാൻഡിഡേറ്റ്സിന് 3 വയസ്സ് അധികം കിട്ടും. അതുപോലെ SC/ST കാൻഡിഡേറ്റ്സിന് 5 വയസ്സിൻ്റെ ഇളവുകളും ഉണ്ടാകുന്ന ഈ തസ്തികയിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ഉണ്ടായിരിക്കുക എന്നാണ്. മിനിമം ക്വാളിഫിക്കേഷനാണ് 10ാം ക്ലാസ്. അതല്ലെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നാൽ മതി. 10ാം ക്ലാസ് തുല്യത എഴുതിയവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അവരാരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സുകളുടെയും തീർച്ചയായും നല്ലൊരു പൊസിഷൻ തന്നെയാണ്, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ് ജനറൽ ആൻഡ് OBC കാൻഡിഡേറ്റ്സിന്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും SC/ST കാൻഡിഡേറ്റ്സിനും PWD കാൻഡിഡേറ്റ്സിനും ഫീ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അധികം ജോലികൾക്കൊന്നും ഫീമെയിൽ കാൻഡിഡേറ്റ്സും SC/ST കാൻഡിഡേറ്റ്സിനും ഫീ ഉണ്ടായിരിക്കുന്നതല്ല. അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സെർവറൊക്കെ ബിസി എന്ന് പറയുന്നുണ്ട്, സെർവർ അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ തീർച്ചയായും ലാസ്റ്റ് ഡേറ്റിക്ക് നിൽക്കാതെ 29/5 അവസാന തീയതി, അതിന് മുമ്പ് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. എക്സാം സെൻറ്റർ കേരളത്തിലും എക്സാം സെൻറ്റർ ഉണ്ട്. കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് എക്സാം സെൻറ്റർ ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു അവസരം തന്നെയാണ്. ഇതിൻ്റെ എക്സാം മോഡൽ 2 ഘട്ടങ്ങളിലായിട്ട്, ഒന്നാമത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, രണ്ടാമത്തെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ 2 പാർട്ട് 2 എന്ന് പറയുന്ന 2 ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം. ഒന്നാമത്തെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ രണ്ടാമത്തെ എക്സാം നമുക്ക് നടത്താൻ യോഗ്യത നേടുകയുള്ളൂ. അപ്പോൾ അതിലൊരു കട്ട് ഓഫ് വെക്കും. ഒന്നാമത്തെ എക്സാമിലൊരു കട്ട് ഓഫ് വെക്കും, അതിനുശേഷം രണ്ടാമത്തെ എക്സാം. ഒന്നാമത്തെ എക്സാം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അതിൽ നമുക്ക് ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ 2 ലാംഗ്വേജിലായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാം essay റൈറ്റിംഗ് ആയിരിക്കും. ആ essay റൈറ്റിങ്ങിൽ നമുക്ക് മലയാളം യൂസ് ചെയ്യാവുന്നതാണ്, മലയാളത്തിലും എഴുതാൻ പറ്റും. അപ്പോൾ ഫസ്റ്റിലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡിസ്ക്രിപ്റ്റീവ് നമുക്ക് വളരെ ഈസിയായി തന്നെ എടുത്ത് നേടാവുന്നതാണ്. 50 മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന സിലബസും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 29/5/2019 SSC.nic.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരം ഞാൻ പറഞ്ഞു വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷിക്കാൻ നല്ലൊരു അവസരം തന്നെയാണ്. ഏകദേശം നല്ലൊരു ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് D അതുപോലെ MTS അങ്ങനത്തെ എക്സാമുകളാണ് അധികം ഏറ്റവും കൂടുതൽ എഴുതുന്ന ആളുകൾ. അപ്പോൾ ഈ എക്സാമിൽ നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്തതിൻ്റെ എക്സാം ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടക്കുന്നത് 2/8/2019 മുതൽ 6/9 വരെയാണ്.
അപ്പോൾ ഓഗസ്റ്റ് ടു സെപ്റ്റംബർ വരെ ആയിരിക്കും ഈ ഒരു എക്സാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗം അപ്ലൈ ചെയ്ത് നമുക്ക് ജസ്റ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കുറച്ചുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഒഫീഷ്യൽ സിലബസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയതിന് ശേഷം പ്രിപ്പയർ ചെയ്ത് പോവുക. ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് 29/5/2019 അതിനു മുമ്പ് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, അത് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. അപ്പോൾ ഒഫീഷ്യലായിട്ട് അവരുടെ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റിലേക്ക് നിൽക്കരുതെന്ന്. അത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സാധ്യത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. മറ്റൊരു കൂടി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.